ഒരുപാട് തരം സുന്നത്തുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 20ഓളം റൊമാൻറ്റിക് സുന്നത്തുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ, വേണ്ടേ? അതായത് ഈ ഭാര്യ ഭർത്തൃ ജീവിതം മനോഹരമാക്കാൻ പറ്റിയ 20 വഴികളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന അടിപൊളി വഴികളാണ്. ഇത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാലേ ലൈഫ് സെറ്റാന്നേ. ചിലരൊക്കെ വിചാരിക്കും, എൻ്റെ പൊന്നുസ്താദേ 10-60 വയസ്സായി, ഇനി എന്ത് കിട്ടു റൊമാൻസാ? എടാ, 60 വയസ്സിലാണ് റൊമാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ല, റൊമാൻസൊക്കെ തീവ്രമാകേണ്ടത് 61-ാമത്തെ വയസ്സിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. വഫാത്തിൻ്റെ സമയത്തും മുത്തുനബി ഭയങ്കര റൊമാൻറ്റിക് സെൻസിലായിരുന്നു. അങ്ങനെ റൊമാൻസ് പരസ്പരം ഉണ്ടെങ്കിലേ ഭയങ്കര രസമായിരിക്കും, ജീവിതം സെറ്റാവും ഉറപ്പാണ്. അപ്പോൾ 20 സുന്നത്തുകൾ ഏതാണെന്ന് പഠിച്ചാലോ? എന്നിട്ട് ഇന്ന് മുതൽ ഭാര്യയും ഭർത്താവും ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്ന ലൈഫ് അടിപൊളിയാവും. നമ്മളെ കണ്ട് പഠിക്കുന്ന നമ്മുടെ മക്കളും നന്നാവും. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ റൊമാൻസാണ് ഇന്നത്തെ വിഷയം. ഉസ്താദ് വെളുപ്പിനെ എണീറ്റ് വന്നിട്ട് മനുഷ്യനെ റൊമാൻസൊക്കെ പറഞ്ഞ ആകെ എന്താണ്? അവിടെ റൊമാൻസ് എന്ന് പറഞ്ഞാൽ മോശമായ സംഗതിയൊന്നുമല്ല കേട്ടോ. റൊമാൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വേണ്ട സാധനമാണ്. പിന്നെ നമ്മൾ കേവലം റൊമാൻറ്റിക് ആകാൻ നോക്കിയാലും ഇത് ഫലിക്കണമെങ്കിലേ പടച്ചോൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അല്ലേ? ബറക്കത്ത്. ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. സമാധാനമാണ് ഈ ബറക്കത്ത് എന്ന് പറയുന്നത്. അത് ആര് തരണം? പടച്ചോൻ തരണം. എന്നാലേ ഈ റൊമാൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊരു വിഷയം കേട്ടോ. അതിന് 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒന്നെന്താ? കല്യാണം പടച്ചോൻ്റെ ഇബാദത്താണ്. പടച്ചോനുള്ള ഇബാദത്താണ്, മുത്തുനബിയുടെ സുന്നത്തൻ ഇല്ലേ കല്യാണം. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞ് ഇന്ന് കാണിച്ചു കൂട്ടുന്ന ഒരുപാട് പേക്കൂത്തുകളുണ്ട് അല്ലേ? ആണിനെയും പെണ്ണിനെയും സ്റ്റേജിൽ കയറ്റി ഒരുമിച്ച് നിർത്തി ജനമധ്യത്തിൽ നിർത്തിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളടക്കം ഹറാമാണ്, തനിച്ച ഹറാമാണ്. ഈ ഹറാമുകളൊക്കെ കൊണ്ടുവന്നിട്ട് ആണും പെണ്ണും ഒരുമിച്ച് തുള്ളിച്ചാടുന്നു. പിന്നെ ഇപ്പോൾ പുതിയ ട്രെൻഡുണ്ടല്ല, ചെക്കൻ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കൈനീട്ടും, പെണ്ണ് അവിടെ നിന്ന് ഇങ്ങനെ നീ എൻ്റേതല്ലേ നീ എൻ്റേതല്ലേക്ക് ഒരു മാസം ഉണ്ടാവുള്ളൂ, പിന്നെ വല്ലോൻ്റെതാവും. കാരണം ഇത് നിൻ്റേതായി നിലനിൽക്കണമെങ്കിൽ പടച്ചോൻ്റെ ബർക്കത്ത് അവിടെ വേണം. അപ്പോൾ നാട്ടുകാരെ കാണിക്കാനുള്ള സംഗതിയല്ല. നിങ്ങൾ ബെഡ്റൂമിൻ്റെ അകത്ത് കയറിയിട്ട് കെട്ടിയവനോട് നീ എൻ്റേതല്ലേ, അപ്പോൾ ഞാൻ നിൻ്റേതല്ലേ, ഇതൊക്കെ പാടിക്കും, ഒരു കുഴപ്പമില്ല. നാട്ടുകാരെ കാണിക്കണം എന്തിനത്? ഇത് നാട്ടുകാരുടെ മുമ്പിലേക്ക് എൻ്റേതല്ലേ നിൻ്റേതല്ലേ എന്ന് പറയും. രണ്ട് റൂമിൻ്റെ അകത്ത് പോയാലാ ഒടുക്കത്തൊരു ഉറക്കം. ഇതിനാണ് അപ്പോൾ ഈ സാധനമൊക്കെ കണ്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ആയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ പടച്ചോൻ്റെ ബർക്കത്ത് ഉണ്ടാകണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതിന് കല്യാണം അള്ളാൻ്റെ തൃപ്തിക്ക് നടക്കണം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതവും അള്ളാൻ്റെ തൃപ്തിയിലാകണം ഇല്ലേ? അപ്പോൾ ഞാൻ 1-2 ആഴ്ച മുമ്പ് ചില വീഡിയോസൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ചില ആണും പെണ്ണൊക്കെ കിടന്ന് കാണിക്കുന്ന കോപ്രായം. സാധാരണ പെണ്ണിനൊരു നാണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് പെണ്ണ് കിടന്ന് തുള്ളണ്ടിട്ട് മാതല്ല. ചില പെൺകുട്ടികളുടെ വാപ്പായും ഉമ്മായും ഒക്കെ ഇങ്ങനെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ പാവം തോന്നും നമുക്ക്. പെണ്ണ് കിടന്ന ആണിനേക്കാൾ മോശമായ രീതിയിൽ നാണം ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരവസ്ഥയിൽ മാതല്ല. നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് റൊമാൻറ്റിക് ആയാലും ബർക്കത്തുണ്ടാവില്ല. ഇനി ഇങ്ങനെയൊന്നല്ല, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി ഉസ്താദ് എന്ത് ചെയ്യും? എടാ, അള്ളാഹിനോട് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞു, പടച്ചോൻ പുറത്തു തരൂലേ? അള്ളാഹ് പുറത്തു തരും. ഒരു അസ്തഗ്ഫിറുല്ലാ മതിയില്ല, നമ്മുടെ റബ്ബല്ലേ, അവൻ പുറത്തു തരും. മനസ്സിൽ തട്ടിപ്പറയണം, വെറുതെ അസ്തഗ്ഫിറുല്ലാ നമ്മുടെ ഐശു അതല്ല കേട്ടാ. അപ്പോൾ ആ ബോധ്യത്തിൽ പറയാം. ഓക്കെ, ഇനി നല്ല നിലക്ക് നമ്മൾ ജീവിക്കണം. റൊമാൻസ് വളരെ രസകരമായ സംഗതിയാണ്. റൊമാൻറ്റിക് സെൻസ് ഇല്ലാത്ത ജീവിതം വളരെ ബോറാന്നേ. ഒരാൾ റൊമാൻറ്റിക്കും, മറ്റാളിങ്ങനെ മുരടനും. ഒരാൾ വിളിക്കും ഇക്കാക്ക. അപ്പോൾ അവനോട് നിന്നിട്ട് എന്താടി കുറേ നേരമായി മനുഷ്യനൊരു പണിയെടുത്തോണ്ടിരിക്കുകയല്ലേ. ഈ ജീവിതത്തിൽ വല്ല രസം ഉണ്ടാവുമോ? ഇനി അവൻ വിളിക്കാൻ മുത്തേ ഏടാ, എന്താണ് നിങ്ങൾക്ക് അടുക്കളയിൽ എന്തോരം പണിയാന്നറിയോ മനുഷ്യന്? അതിൻ്റെ ഇടയിൽ മുത്തേ സത്തേ ഒന്ന് വെറുതെ ഇരിക്കും. ഇത് രണ്ടും ശരിയല്ല അല്ലേ? ഇവിടെ 2 പേർക്കും ഇടയിൽ ഒരു സന്തോഷവും റൊമാൻറ്റിക് സെൻസും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതം എന്ത് രസമായിരിക്കും. അതിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 സുന്നത്ത് ഞാൻ പറഞ്ഞുതരാം, ലൈഫ് സെറ്റാക്കാൻ. ഈ റൊമാൻസൊക്കെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കി നോക്കിയേ. പതിവാക്കൂലേ? ഇനി ഇത് വെറുതെ കേട്ടുപോവോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ എന്താണെന്നറിയോ? സ്മൈലിംഗ് ഫേസ്.
പുഞ്ചിരിയോടെ സ്വീകരിക്കുക, പുഞ്ചിരിയോടെ സമീപിക്കുക എന്നുള്ളതാണ് ഇല്ലേ. ഇപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഭാര്യ ഇങ്ങനെ ചിരിച്ചിരിക്കുക. ചിരിച്ചാണ് നിങ്ങൾ നിൽക്കാറ്. കെട്ടുവാനും ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ ടെൻഷനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ചിരി കണ്ടാൽ അത് മതി അല്ലേ, അത് മതി. ചിരി കണ്ടാൽ പിന്നെ അത് മതി. പക്ഷെ ചിരിയാണോ കാണുന്നത്? അല്ലോ എന്താ കാണുന്നത്? വാ എവിടെ പോയി കിടക്കായിരുന്നു നിങ്ങൾ? എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില കെട്ടിയന്മാർ പറയുന്ന സങ്കടങ്ങളാണ് ഇതൊക്കെ. എത്ര നേരമായി പിള്ളേരെ കാത്തിരിക്കണം, നിങ്ങളും ഉണ്ട്, നിങ്ങളുടെ ഒരു കൂട്ടുകാരും ഉണ്ട്. ആ ഒരു സെൻസ് അല്ല വേണ്ടത്. ഭർത്താവ് കയറി വരുമ്പോൾ ചിരിച്ചിക്ക, എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യ? സംഗതിയൊക്കെ ഒന്ന് തന്നെ, ടോണെന്ന് മാറിയത്. എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യ? ഞാനും പിള്ളേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കണം, എത്ര നേരമായി. നിങ്ങളല്ലേ ഞങ്ങൾ നോക്കിയിരിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ മാത്രം മതി. അതൊക്കെ പറഞ്ഞോ, ടോൺ മാറിയാൽ മതി. ആദ്യം ചിരിച്ചുകൊണ്ട് നിൽക്കുക. മൂപ്പര് അസ്സലാമു അലൈക്കും, പുള്ളിയും ചിരിക്കണം കേട്ടാ. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമുണ്ട്, അസ്സലാമു അലൈക്കും വിട്ടുപോയി കഴിഞ്ഞാൽ സുന്നത്ത് ചെയ്തില്ല, ഞാനല്ലല്ലോ സലാം പറഞ്ഞിട്ട് നിങ്ങൾ പറ എന്നൊന്നും പറഞ്ഞാളേണ്ട. അങ്ങോട്ട് പറഞ്ഞോ, അസ്സലാമു അലൈക്കും കാക്ക, എവിടെയാണിത്? അങ്ങോട്ട് പറയണം, മനസ്സിലായ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ടുള്ള മുഖം എപ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകണം. ആ വീട്ടിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പോലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഒരു സുന്നത്ത് എന്താ സംഭവം എന്നറിയോ? ഒരേ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുത്തുനബിയുടെ ഭാര്യമാരും ഇപ്പോൾ ആയിഷ ബീവിയൊക്കെ ആണെങ്കിൽ തന്നെയും ഒരുമിച്ചൊരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നാണ്. ഒരു പാത്രം, അതിൽ അപ്പുറത്തുനിന്ന് അവളും ഇപ്പുറത്തുനിന്ന് നീയും. എന്ത് രസമായിരിക്കും. അങ്ങനെ കഴിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിഷ ബീവിക്കും, ആരുമായിട്ടാണോ കഴിക്കണത് അവർക്കും കൊടുക്കുമായിരുന്നു അല്ലേ. ചില ആയിഷ ബീവി ഒരു സാധനം കടിച്ചിട്ട് അവിടെ വെച്ചാൽ, ഒരു എല്ല് കടിച്ചിട്ട് വെച്ചാൽ റസൂൽ ഇങ്ങനെ എടുക്കും, അതിങ്ങനെ കടിക്കും. അപ്പോൾ ആയിഷ ബീവിക്ക് ഞാൻ കടിച്ച ഭാഗത്ത് നിന്ന് എൻ്റെ റസൂലുള്ള കടിക്കുന്നു. ആയിഷ ബീവി ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അവിടെ വെച്ചാൽ അതെടുത്തിട്ട് റസൂലുള്ള കുടിക്കും. വല്ലാത്തൊരു സന്തോഷം. ഇതിപ്പോൾ കെട്ടികൾ കുടിച്ചിട്ട് വെച്ചാൽ വേറെ ക്ലാസ്സിലടി ഇത് കുടിച്ചാലാണ് എനിക്ക് അങ്ങനെ ആ ഒരു സംഗതി. എന്ത് റൊമാൻറ്റിക്കാണിത്, എന്തൊട്ട് റൊമാൻസ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരേ പാത്രത്തിൽ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവും. മൂന്നാമത്തേത് ഭംഗിയായി ഒരുങ്ങുക എന്നുള്ളതാണ് അല്ലേ. അതായത് നിങ്ങൾ ഏറ്റവും നന്നായി വൃത്തിയാകുന്നത് കെട്ടിയോൻ കാണാനാണോ അല്ലെങ്കിൽ നാട്ടുകാർ കാണാനാണോ? കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അടിപൊളിയാണ്, പൊട്ടിയൊക്കെ ഇട്ട് സെറ്റാവും. കെട്ടിയോൻ്റെ അടുത്ത് പോകുമ്പോൾ ഇനിയിപ്പോൾ നാളെ കുളിക്കുക, അങ്ങനെ ആയാൽ പറ്റൂല അല്ലേ. എൻ്റെ അടുത്ത് വന്നൊരു കേസുണ്ട്, അത് ഞങ്ങൾ പറഞ്ഞതെന്നറിയാൻ പാടില്ല. ഇയാളുടെ പരാതി, ഭർത്താവിൻ്റെ പരാതി ഇതാണ്, ഇവളില്ല അടുക്കളയിൽ നിന്ന് മുഷിഞ്ഞ കോലത്തിലാണ് എൻ്റെ അടുത്ത് വന്ന് കിടക്കുക, എനിക്ക് പിന്നെ എന്ത് ഫീലിങ്സ് ഉണ്ടാവാനാണ്. അപ്പോൾ അവൾ സാറേ ആദ്യം ഇയാളോടൊന്ന് കുളിക്കാൻ പറ. ആ പണിയും കഴിഞ്ഞ് വന്നിട്ട് ആ വേർപ്പ് പോലും ഉണങ്ങാത്ത രീതിയിലാണ് എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത്, പിന്നെ എനിക്കെന്ത് മൂടുണ്ടാവാനാ? അപ്പോൾ ഇത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സംഗതിയാണ്. രണ്ടുപേരും പരസ്പരം എൻ്റെ പ്രിയപ്പെട്ടവൾ സന്തോഷിക്കണം അതിനു വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ സന്തോഷിക്കണം അതിനുവേണ്ടി ഞാൻ അവരുടെ മുമ്പിൽ വൃത്തിയായിട്ട് ചെല്ലും എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. നാലാമത്തേത് മനോഹരമായ പേരുകൾ വിളിക്കണം. നിങ്ങളെന്താ വിളിക്കണത്? പുറത്ത് പറയണ്ട, അടിക്കട്ടെ. മനോഹരമായ പേരുകൾ ഇല്ലേ. റസൂലുള്ളാഹി ആയിഷ ബീവിനെ വിളിച്ചത് എന്താണ്? ഹുമൈറ, യാ ഹുമൈറ, എൻ്റെ കൊച്ചു സുന്ദരി പെണ്ണേ. ആ വിളി കേൾക്കുമ്പോൾ തന്നെ പെണ്ണ് ഉരുകി അങ്ങോട്ട് വീടും. എവിടെയടി, വാടി പോടി, അങ്ങനത്തെ വിളിയൊന്നും വിളിക്കല്ലേ. ഒരു ഓമന പേര് വേണം. ഹുമൈറ, ഹുമൈറ അല്ലേ. ചുവന്ന കവിളുള്ളവർ, കൊച്ചു സുന്ദരി പെണ്ണ് എന്നൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു അല്ലേ. ആയിഷു എന്നൊക്കെ വിളിക്കുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ഓമന പേരൊക്കെ ഉണ്ടാവണം ഭാര്യയ്ക്ക്, എന്നിട്ട് അത് വിളിക്കുക. ഭർത്താവിന് എന്താണോ ഇഷ്ടം അത് വിളിക്കുക. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കാക്ക, കാക്കു, ഇക്കു എന്നൊക്കെ വിളിച്ചോ. കെട്ടിയോനിപ്പോൾ ഇഷ്ടം ഇപ്പോൾ കെട്ടിയോൻ്റെ പേര് വിളിക്കലാണ് ഒറ്റയ്ക്കാവുമ്പോൾ എങ്കിൽ ഒറ്റയ്ക്കാവുമ്പോൾ അങ്ങനെയൊക്കെ വിളിക്കും. മുപ്പരം സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കണം. നല്ല പേരുകൾ വിളിക്കാം. ചീത്ത വിളിക്കരുത്, തെറി വിളിക്കരുത്, അതൊക്കെ പറ്റ മോശം, ഏറ്റവും വൃത്തികെട്ടവരുടെ നാവിൽ നിന്ന് വരുന്ന സംഗതിയാണ്. ഓക്കെ, അഞ്ചാമത്തേത് സ്നേഹത്തോടെയുള്ള ശാരീരികമായൊരു സ്പർശനാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പോകാൻ നേരത്ത് ആയിഷ ബീവിക്ക് ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് പോവുക. മനസ്സിലായോ? അതിനുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർ ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, കെട്ടിയോളൊന്ന് കെട്ടിപ്പിടിക്കുക. 6 സെക്കൻഡ് മതി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 6 സെക്കൻഡ് കെട്ടിപ്പിടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ പോലുള്ള സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഇങ്ങനെ റിലീസാവും. അപ്പോൾ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷം, ഭാര്യക്കാണെങ്കിൽ ഞാൻ തനിച്ചല്ലല്ലോ, എനിക്ക് എൻ്റെ ഇക്കാക്കുണ്ട് എന്നുള്ള ബോധ്യം ഒരു 6 സെക്കൻഡ് കെട്ടിപ്പിടിച്ചാൽ മതി.
മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്നേഹത്തിൽ വേണം, അല്ലാണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് 1 2 3 4 5 6 6 ഒന്നും ആക്റ്റീവായില്ലല്ലോ, രാറ്റ കീറിയാൻ തിരിഞ്ഞു. അങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാം. 6 സെക്കൻഡ് കൂടിക്കോട്ടെ, കുറയണ്ട. അങ്ങനെ കൈ എണ്ണിക്കൊണ്ടിരുന്ന എണ്ണത്തിലേക്ക് മാത്രം പോകും. ഇതൊരു സ്നേഹത്തോടെയുള്ള കെട്ടിപ്പിടുത്തം. ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ട് പോവാം. മനസ്സിലായോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ ഒരു ചുമ്മനൊക്കെ കൊടുത്തിട്ടാണ് പള്ളിയിലേക്ക് പോണത്. മനസ്സിലായോ? അപ്പോൾ സ്നേഹത്തോടുള്ള സ്പർശം ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാക്കും, ഭയങ്കര സന്തോഷം ഉണ്ടാക്കും. 6ാമത്തേത് പരസ്പരം മുടി ചീകി കൊടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാബിയുടെ മുടിയൊക്കെ ഈരി കെട്ടി കൊടുക്കുമായിരുന്നു. ഭർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? കെട്ടിയവനോട് പറയണം, ഹദീസൊക്കെ പഠിക്കുക മനുഷ്യ. നിങ്ങൾ ഈ 5 നേരം പോയി തലകുത്തി പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് നിസ്കരിക്കുമ്പോഴാണ് അതിനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആയിഷാബിയുടെ മുടിയൊക്കെ ഈരിയിട്ട് റസൂലുള്ളാഹി കെട്ടിക്കൊടുക്കുമായിരുന്നു അല്ലേ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിൽ ഇങ്ങനെ ഇഴകളിലൂടെ ഇങ്ങനെ വിരൽ കൊണ്ട് തലോടുമായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണോ? അത് വൺ വേ മാത്രമാകരുത്. ഓക്കെ. 7ാമത്തേത് ഭാര്യയുടെ മടിയിൽ തലചായ്ച്ച് കിടക്കുക. അതിനൊക്കെ സമയം കണ്ടെത്തണം കേട്ടോ. ചില ആളുകൾ പറയാറുണ്ട്, മക്കളായതിനു ശേഷം മക്കളുടെ മടിയിൽ ഞാൻ കിടന്നിട്ടില്ല, ഒന്ന് തൊട്ടുരുമി ഇരുന്നിട്ടില്ല. അങ്ങനെ ആകാൻ പാടില്ല. ഭാര്യ ഒന്ന് കാല് കെട്ടി കൊടുത്തിട്ട് കിടക്ക് മനുഷ്യ, ഒന്ന് കിടക്ക, അവളെയും പിടിച്ച് കിടത്തണം. അല്ലെങ്കിൽ പിടിച്ച് കാലുകൾ നീട്ടി ഞാനും കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ കിടന്നോളണം. രണ്ടുപേരൊന്നും മടിയിലൊക്കെ തലവെച്ച് കിടക്കുക. അതൊക്കെ ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്താന്നേ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. എത്ര മനോഹരമാണത്. ജീവിതം അടിപൊളിയാവും അല്ലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആയിഷാ ബീവിയുടെ മടിയിൽ കിടന്നിട്ട് ആയിഷാ ബീവി മെൻസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത്, ആയിഷാ ബീവിക്ക് ഹൈലുള്ള സമയത്ത് മുത്തുനബി ആയിഷാ ബീവിയുടെ മടി കിടന്നിട്ട് ഖുർആൻ ഓതുമായിരുന്നു. ആയിഷാ ബീവി ഓതൂല, മെൻസസാണല്ലോ. പക്ഷേ ചില ഭർത്താക്കന്മാരുണ്ട്, മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയുടെ അടുത്തേക്ക് പോലും പോകില്ല. ഇത് മോശാടാ, ഇത്ര മോശമാണ്. ആ ഉമ്മാടെ വയറ്റിൽ ഈ പറയുന്ന സാധനമൊക്കെ കുടിച്ചിട്ടാണ് നീ ഉമ്മാടെ വയറ്റിൽ കിടന്നു വെച്ചത് അല്ലേ? അത്രമേൽ അള്ളാഹു അവളെ സംരക്ഷിച്ചിട്ടുണ്ട്. നിസ്കരിക്കുക പോലും വേണ്ട, നീ റെസ്റ്റ് എടുത്തോന്നാണ് പഠിച്ചവൻ പറയണത്. നമ്മൾ ആട്ടുകയാണ്, അകറ്റുകയാണ് അല്ലേ? അത്രമേൽ നശിച്ച ഭർത്താവാരാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹക്ക് മെൻസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ മുത്തുനബി ആ മടിയിൽ തല വെച്ചിട്ട് കിടക്കും. എന്നിട്ട് അവിടെ കിടന്ന് ഖുർആൻ ഓതും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 8ാമത്തേത് ഒരുമിച്ച് നടക്കുകയും വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യാം. ചില ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ പാർക്കിൽ പോകും. ഭർത്താവ് 1 കിലോമീറ്റർ അപ്പുറമായിരിക്കും, ഭാര്യ ഇവിടെ ആയിരിക്കും. ഭാര്യ നടന്നു വരുമ്പോഴത്തേക്കും മൂപ്പര് വന്നില്ലേ, അവിടെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് നനങ്ങി നടക്കിങ്ങട്. അതൊന്നുമല്ല. എന്ത് ചെയ്യണം? കയ്യിലൊന്ന് പിടിച്ചിട്ട് ഒരുമിച്ച് നടക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഒരുമിച്ച് പുറത്ത് സംസാരിച്ച് നടക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അധികം ആളുകളൊന്നും കാണൂലല്ലോ അല്ലേ? രാത്രി സമയത്ത് മുത്തുനബി ആയിഷാ ബീവി ഒരുമിച്ച് നടക്കാനിറങ്ങും. എന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു അല്ലേ? അത് രസമാണ്. മാത്രമല്ല ഓട്ട മത്സരം നടത്തിയിരുന്നു എന്നാണ്. ഇനിയിപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കിടന്നോടണ്ട, വീടിൻ്റെ ചുറ്റുമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ ശരി ഓട്ട മത്സരമൊക്കെ നടത്തിയാൽ പരസ്പരം കളിക്കുക, രണ്ടുപേരും കളികൾ തമാശകളൊക്കെ ഉണ്ടാവുക. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സാർ ഞാൻ ഇവളായിട്ട് ആന കളിക്കാറുണ്ട് എന്നാണ്. ആന കളിക്കാറുണ്ട്, ഭാര്യയെ ചുമലിട്ട്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അൽഹംദുലില്ലാ, അങ്ങനെ കളിക്കുക, നല്ല നല്ല കളികളൊക്കെ വേണം. ഇത് സുന്നത്ത് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 9ാമത്തേത് ഇണയുടെ വായിലേക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, എൻ്റെ ഭർത്താവിൻ്റെ വായിലേക്ക് ഭാര്യയുടെ വായിലേക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കണത് അത് അള്ളാഹുവിലേക്കുള്ളൊരു സ്വതക്കയാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളൊക്കെ ഇത് കാണട്ടെ, നമ്മുടെ മക്കൾ കാണണം. ഈ സ്നേഹം കണ്ടുപിടിക്കണം. മക്കൾ എങ്ങനെയാണ് വഴിതെറ്റണത്? യഥാർത്ഥ സ്നേഹം കല്യാണം കഴിഞ്ഞാണെന്ന് അവർ തിരിച്ചറിയട്ടെ. ഭാര്യയുടെ വായിലേക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കാം. 10ാമത്തേത് രഹസ്യങ്ങൾ സൂക്ഷിക്കുകയും പരസ്പരം പ്രശംസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രഹസ്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചത് അത് പൊട്ടിച്ചളയരുത്. അവളുടെ രഹസ്യങ്ങൾ, അവരുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമാക്കരുത്. അവൻ്റെ കുറ്റങ്ങളും കുറവുകളും അങ്ങനെയല്ല. അതുപോലെ തന്നെ അവളുടെ നല്ല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്നൊന്ന് പൊക്കി പറഞ്ഞേക്കാം. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമ്പോഴേ ഇച്ചിരി കുറവൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇത് ഹോട്ടലിൽ കിട്ടും. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ ഖദീജ ബീവിയും തമ്മിൽ ഇങ്ങനെ ആയിരുന്നു. ഞാൻ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയും. ഖദീജ ബീവി ഇങ്ങനെ അല്ലാതെ നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണ് ബേ, ഈ ചന്ദ്രന് പോലും അങ്ങയുടെ ഭംഗിയില്ല കേട്ടോ. ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിയൊക്കെ പറയാം. ഇത് സുന്നത്ത് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 11ാമത്തേത് ഭയങ്കര രസമാണ്, ഒരുമിച്ച് കുളിക്കുക. ഇത് പോയ സാർ എടോ, സുന്നത്ത് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഒരേ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി ഒഴിച്ച് കൊടുക്കുക, അങ്ങനെ കുളിക്കുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷാ ബീവി. അപ്പോൾ പരസ്പരമുള്ള ലജ്ജയൊക്കെ മാറാൻ വളരെ നല്ലതാണ്. അങ്ങനെ നടക്കുക. നമുക്ക് നാണാണ്, കെട്ടിയോനല്ലേ, നാട്ടുകാരൊന്നുമല്ലല്ലോ, അങ്ങനെ ആവാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുളിക്കുക. ഇതൊരു അടുപ്പം വർദ്ധിക്കാൻ
വളരെ വളരെ സഹായകമാണ്. ബാക്കി ഞാൻ പറയണില്ല. ഓക്കെ, 12ാമത്തേത് പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പരസ്പരം നിങ്ങൾ സമ്മാനം കൊടുക്കൂ, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വില കൂടിയ സമ്മാനം ഒന്നും ആകണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സാധനം. അവളുടെ പ്രത്യേകതയുള്ള ദിവസങ്ങളെ പരിഗണിച്ചു എന്ന് മനസ്സിലായാൽ മതി. ഇപ്പോൾ അവളുടെ ബർത്ത്ഡേ ആകട്ടെ, വെഡ്ഡിങ് ആനിവേഴ്സറി ആകട്ടെ, അവൾക്കൊരു എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാകട്ടെ, അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ കൊടുക്കുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സാധനവും. എന്നെ പരിഗണിച്ചല്ലോ എന്നുള്ളൊരു സംഗതിയാണ് അവിടെ വരുന്നത്, സമ്മാനത്തിൻ്റെ വിലയൊന്നുമല്ല. ഓക്കെ, ഇനി 13ാമത്തേത് ഒരേ പുതപ്പിനുള്ളിൽ കിടന്ന് സംസാരിക്കാം. കെട്ടിയനൊരു പുതപ്പ്, കെട്ടിയൊക്കെ ഒരു പുതപ്പ്, പിള്ളേർക്ക് വേറെ പുതപ്പ്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ, ഇല്ലേ? അങ്ങനെ ആവാൻ പാടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു പുതപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, പകൽ സമയത്ത് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കണ സമയത്ത് നിങ്ങൾക്കിടയിലെ സംസാരങ്ങളൊക്കെ ആ പുതപ്പിനുള്ളിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകണം. ഇതൊക്കെ ഇതുപോലെയൊക്കെ പഠിപ്പിച്ചൊന്നൊരു നബി ഏതാണ്, ഒരു മതം ഏതാണ്? ഇങ്ങനെ ഈ ഒരു റൊമാൻസിൽ പോലും അള്ളാൻ്റെ ഭാഗത്തു നിന്ന് മഹത്വം കിട്ടുമെന്ന് പറഞ്ഞൊരു മതം ചിന്തിച്ചു നോക്കിയേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 14ാമത്തേത് രാത്രി നിസ്കാരത്തിന് വേണ്ടി പരസ്പരം എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാം. എന്നിട്ട് എന്തെയ്യും, ഒപ്പം നിൻ്റെ പങ്കാളിയെ വിളിക്കുക. ആവശ്യമാണെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ കുടഞ്ഞിട്ടാണെങ്കിൽ എഴുന്നേൽക്കുക. മനസ്സിലായോ? അങ്ങനെയുള്ള ദമ്പതികളോട് അള്ളാഹ്ക്ക് ഭയങ്കര കാരുണ്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ സംഗതിയൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. 15ാമത്തേത് യാത്രയിൽ ഭാര്യയെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് അവളെയൊക്കെ കൊണ്ടുപോവുക. ചില ആണുങ്ങളുണ്ട് കൂട്ടുകാരുടെ ഒപ്പം ഇങ്ങനെ കറങ്ങി കിടക്കും, ഭാര്യനെ പരിഗണിക്കൂല. അങ്ങനെ ആയാൽ പറ്റൂല കേട്ടോ. ഭാര്യയെ പരിഗണിക്കുക, അവളും കൊണ്ട് യാത്ര പോവുക. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനപ്പെട്ട എവിടെ പോവുകയാണെങ്കിലും കൂടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. ആരെങ്കിലും കൊണ്ടാവാതെ മുത്തുനബി പോകൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരത്രമേൽ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി 16ാമത്തേത് വാഹനത്തിൽ കയറാൻ ഭാര്യയെ സഹായിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ കാലിങ്ങനെ കുത്തി വെച്ച് കൊടുത്തു. അപ്പോൾ ആ കാലിൻ്റെ മേലെ ചവിട്ടിയിട്ടാണ് സഫിയ ബീവി വാഹനത്തിൽ കയറുന്നത്. ഇതിപ്പോൾ കാറിൽ കയറാൻ പാടുന്നത് എന്ത് ചെയ്യുക, സഹായിക്കാന്ന് പറഞ്ഞാൽ ഡോറൊന്ന് തുറന്നു കൊടുക്കുക. ആർക്ക്? ഭാര്യയ്ക്ക്. ഇത് സുന്നത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പുറത്തവൾ ഇറങ്ങാൻ നേരത്ത് അവൾ ഈ സാധനമൊക്കെ പിറക്കി ഇറങ്ങണ്ടേ, അപ്പോഴത്തേക്കൊന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുക. അവൾ ഇറങ്ങിക്കോട്ടെ, ഇത് റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്, ഇത് റസൂലുള്ളാഹിൻ്റെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിലൊന്ന് ചെയ്ത് നോക്കിയേ, ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇനി 17ാമത്തേത് ഇണയുടെ വീട്ടുജോലികളിൽ സഹായിക്കുക എന്നുള്ളതാണ്. വീട്ടുജോലികളിൽ സഹായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തിയാൽ എന്താ ചെയ്യാറ്? ആയിഷബിയോട് ചോദിക്കാണ്ട് അവിടുന്ന് ഫഹുവഫി മിഹ്നത്തി അഹ്ലി, കുടുംബത്തിലിങ്ങനെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഭക്ഷണം പാചകം ചെയ്യാൻ, വസ്ത്രം കഴുകാൻ, വീടടിച്ച് വരാൻ. മനസ്സിലായോ? ആടുകളെ കറക്കാൻ റസൂലുള്ളാഹി ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇണയുടെ വീട്ടുജോലികളിൽ ഭർത്താവ് സഹായിക്കുക, അത് സുന്നത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ മക്കളെയൊക്കെ ഒരുക്കണ സമയത്ത് ഭർത്താവ് എന്ത് ചെയ്യണം? പോയി ആ കുട്ടികളെ എഴുന്നേൽപ്പിച്ചിട്ട് ഒന്ന് ചേർത്ത് പിടിക്കുക, ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, യാത്രയാക്കാൻ ഹെൽപ്പ് ചെയ്യുക. എല്ലാം ഇത് ഉമ്മാടെ ഡ്യൂട്ടി അങ്ങനെ പറഞ്ഞ് നിൽക്കാൻ പാടില്ല. മനസ്സിലായോ? ഒപ്പത്തിനൊപ്പം ഇണയുടെ കൂടെ നിൽക്കാൻ കഴിയണം. ഓക്കെ, 18ാമത്തേത് പങ്കാളിയുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയൊക്കെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം അവരുടെ കൂട്ടുകാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനങ്ങളും ഭക്ഷണമൊക്കെ കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ പരിഗണിക്കുക. അതുപോലെ അവരുടെ കുടുംബത്തോട് വല്ലാത്ത സ്നേഹമാണ്. ഭാര്യയുടെ ഉമ്മാനെയും വാപ്പാനെയും വെറുപ്പിച്ചിടുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. തിരിച്ചും അങ്ങനെ തന്നെ. രണ്ടുപേരും ഉമ്മയും ബാപ്പയും ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, ചെറുതായിട്ട് പറഞ്ഞുതരാം കേട്ടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു റെസ്പെക്റ്റ് കുടുംബത്തോട് കൂട്ടുകാരോടൊപ്പം ഉണ്ടാവുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. 19ാമത്തേത് ഇണയുടെ വിഷമങ്ങളിൽ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരിക്കൽ യാത്രക്കിടയിൽ സഫിയ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്തുനിന്ന് വീണു കരയാൻ തുടങ്ങി. നബി തങ്ങൾ ഓടി വരികയാണ്. ഓടി വന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട്, കരയല്ലേ കേട്ടോ, കരയല്ലേ എൻ്റെ സഫിയ, കരയല്ലേ. ആടെ ആലിംഗനം ചെയ്ത് മുത്തുനബിയെ കെട്ടിപ്പിടിച്ച് സന്തോഷിപ്പിക്കണം ഉമ്മാനെ, സഫിയ ബീവിയെ റളിയല്ലാഹു അൻഹ. മനസ്സിലായോ? അങ്ങനെ ആകണം സങ്കടപ്പെടുന്ന സമയത്ത്, അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മൾ വണ്ടി കയറി കുറേ ദൂരം അങ്ങോട്ട് പോയി. അപ്പോൾ കെട്ടിയോളൂ പറഞ്ഞു, അല്ലോ കാക്കയുടെ പേഴ്സ് എടുക്കാൻ ഞാൻ മറന്നുപോയല്ലോ, ഓടിക്കാത്ത തുടങ്ങിയ എവിടെ പോയാൽ എന്തെങ്കിലും ഒക്കെ. അങ്ങനെയല്ല, മനുഷ്യനല്ലേ മറവിയൊക്കെ ഉണ്ടാവും. പോട്ടട, സാരല്ല, ഞാനില്ലേ, നമുക്ക് പോയി എടുക്കാം. മനസ്സിലായോ? അങ്ങനെ ആവണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 20ാമത്തേത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റൊക്കെ ഉണ്ടെങ്കിലേ ക്ഷമിക്കുക. നമ്മൾ എപ്പോഴും പറയുന്നൊരു സംഗതിയില്ലേ, ആയിഷ ബീവി ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മറ്റൊരു ഭാര്യ ഒരു കുട്ടിയുടെ കയ്യിൽ പായസം കൊടുത്തു വിടാൻ. ആയിഷ ബീവി ഓടിച്ചു വന്ന പായസം തട്ടിക്കളഞ്ഞു.
നമ്മളാണെങ്കിലും ചിന്തിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ താഴ്ത്തിരുന്ന് ആ പായസവും ആ ചില്ലൊക്കെ കൂടെ വൃത്തിയാക്കിയിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞെന്താ, സാരമില്ല, ഒന്നും ഉമ്മയ്ക്ക് ഇത്ര ദേഷ്യം കൂടുതലാട്ടോ, ഒന്നും കാര്യമാക്കണ്ട, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഈ പറഞ്ഞ സംഗതികൾ പരസ്പര ബഹുമാനത്തോടെ, അവൾ എൻ്റെ അടിമയല്ല അല്ലെങ്കിൽ അവൻ എൻ്റെ അടിമയല്ല, ഞങ്ങൾ അള്ളാൻ്റെ മാത്രം അടിമകളാണ്, ലൈഫ് അടിപൊളിയാകാൻ ഈ പറഞ്ഞ റൊമാൻറ്റിക് സുന്നത്തുകൾ നിങ്ങളൊന്ന് പാലിച്ചു നോക്കിയേ, ലൈഫ് സെറ്റാവൂടാ, കളർഫുള്ളാവും, അടിപൊളിയാവും. ഇത്ര റൊമാൻറ്റിക്കായ ഇതിലും നല്ല ലൈഫ് അവിടെ കിട്ടാനാ? ചെയ്തു നോക്കൂല ഇതൊക്കെ. ഇനി കെട്ടിയോളാണ് കേൾക്കണമെങ്കിൽ കെട്ടിയോനെ കേൾപ്പിക്കണം, കെട്ടിയോനാണ് കേൾക്കണമെങ്കിൽ കെട്ടിയോളെ കേൾപ്പിക്കണം, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒന്നും കൂടെ കേൾക്കണം. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ പരസ്പരം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹ്ക്കൊരു സമ്മാനം കൊടുത്താലോ? എന്താ, നമ്മളൊരു റിലീഫ് പദ്ധതിയുടെ കാര്യം പറഞ്ഞിരുന്നു, ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ നീക്കുന്നതിലേക്ക് റിലീഫ് പദ്ധതി ഇവിടെ ഉണ്ട്. പടച്ചോനെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ പറഞ്ഞ റൊമാൻസൊക്കെ ഉണ്ടാകാൻ നീ തന്നെ സഹായിക്കണേ അല്ലാ. ഇതാ നിനക്ക് വേണ്ടി, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടി നല്ലൊരു ഹദിയ തന്നെ ഞാൻ ഇതിലേക്ക് അയക്കാണ് പടച്ചോനെ എന്നുള്ള നെയ്യത്തിൽ കഴിയുന്നവർക്കൊന്ന് അയച്ചോ. പടച്ചോൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടിയാൽ പോരെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മുഹറം 10 സംഭവ വികാസങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു. പലരും അൽഹംദുലില്ലാ ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. യൂനുസ് നബി രക്ഷപ്പെട്ടത് പറഞ്ഞവരുണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10 മദീനയിലൂടെ പോകുമ്പോഴേ അന്ന് മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരു വിഭാഗം നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ വിഭാഗം? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഹായിബാക്കല്ലേ അല്ലാ, നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. പടച്ചോനെ, പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ, ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ പാലിച്ച് ജീവിതം മനോഹരമാക്കാൻ നിൻ്റെ ഔദാര്യം കൊണ്ട് തൗഫീക്ക് നൽകണയല്ല. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം തരണയല്ല, ഇണക്കം തരണയല്ല, കണ്ണേറുകളിൽ നിന്ന്, സിഹറിൽ നിന്ന്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, ശൈത്വാനിയത്തിൽ നിന്നും കാവൽ നൽകണയല്ല, സ്നേഹം തരണയല്ല, മനസ്സിന് സന്തോഷം തരണയല്ല, ഇണകളെയും മക്കളെയും നന്നാക്കണയല്ല, ശോഭനമായ ഭാവി തരണയല്ല, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണയല്ല, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല, എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല, നല്ല സ്കൂളുകളിൽ, നല്ല കോളേജുകളിൽ, നല്ല സ്ഥാപനങ്ങളിൽ നീ അഡ്മിഷൻ നൽകണയല്ല, പഠിക്കാൻ മടിയുള്ള മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും നല്ല ഉണർവും നീ നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണയല്ല, കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല, റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്ത എല്ലാവരുടെയും കുടുംബത്തിൽ നീ ഹൈറും ബറക്കത്തും നൽകണയല്ല. വിവാഹപ്രായമെത്തിയവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, എല്ലാവർക്കും നീ ഹൈറായത് നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ഖബർ വെളിച്ചമാക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൻ്റെ ലോകത്തൊരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.